ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വയോലാസ് കിച്ചൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. നല്ല തേങ്ങാപ്പാൽ ചേർത്ത കുടംപുളി ഇട്ട മീൻകറി കഴിക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? അപ്പോൾ നമുക്കിത് വെറൈറ്റിക്കായിട്ട് നല്ല തേങ്ങാപ്പാൽ ചേർത്ത കുടംപുളി ഇട്ട ജ്യൂസ് ഉണ്ടാക്കിയാലോ? ഈ സമ്മർ സമയത്ത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ് ഈ കുടംപുളി ഇട്ട ജ്യൂസ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടംപുളിക്ക് ഒത്തിരി അധികം ഗുണങ്ങളുണ്ട്. ശരീരത്തെ തണുപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി കൂളിംഗ് ഏജന്റ് ആണ് കുടംപുളി. അതേപോലെ തന്നെ വെയിറ്റ് ലോസിന് ഏറ്റവും സഹായകരമായിട്ടുള്ള ഒരു ഗുഡ് ഇൻഗ്രീഡിയന്റ് ആണ്. കോൾഡ്, ജലദോഷം അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഡൈജഷന് അതിനും വളരെ നല്ലതാണ് ഈ കുടംപുളി. ക്യാൻസർ, ബ്ലഡ് പ്രഷർ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ചെയ്യാനും അത് വരാതിരിക്കാൻ പ്രിവെന്റേഷനൊക്കെ വേണ്ടിയിട്ട് കഴിക്കാൻ നമുക്ക് കുടംപുളി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഒത്തിരി ഗുണങ്ങളുണ്ട് കുടംപുളിക്ക്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി അങ്ങോട്ട് പറയുന്നില്ല, പക്ഷെ ഒത്തിരി ഗുണങ്ങളുണ്ട് കുടംപുളിക്ക്. ചുമ്മാ ഒരു കൂൾ ഡ്രിങ്ക്സ് അല്ല, നമ്മുടെ ശരീരത്തിനും മനസ്സിനും അതേപോലെ സൗന്ദര്യത്തിനും വേണ്ടിയിട്ടുള്ള ഒരു കിടുക്കാച്ചി ജ്യൂസാണ് ഈ കുടംപുളി ജ്യൂസ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പം ഈ കുടംപുളിയുടെ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 കുടംപുളിയാണ്. ഞാനിവിടെ ഈ 6 കുടംപുളി അത്യാവശ്യം ചൂടുവെള്ളത്തിൽ, അതായത് 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ ഞാനിത് കുതിർത്തി വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നിങ്ങൾക്ക് കുതിർത്തി എടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സ്ട്രെയിൻ ചെയ്ത് എടുക്കുവാണ്. അതിനുവേണ്ടി ഒരു കുഞ്ഞു ബൗൾ എടുത്തിട്ട് ഒരു സ്റ്റെയിനറും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കുടംപുളി ഒഴിക്കുവാണ്. കണ്ടോ? അപ്പോൾ ഇത് നമുക്ക് ഇത്രയും വെള്ളം കിട്ടി. ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് ഇത്രയുമാണ് കുടംപുളിയുടെ വെള്ളം കിട്ടിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഉള്ള പ്രൊസീജിയർ എന്താ നോക്കാം. നെക്സ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് തേങ്ങയാണ്. ഞാനത് മെഷറിംഗ് കപ്പിന്റെ അളവ് അനുസരിച്ചാണ് എടുത്തിരിക്കുന്നത്. അതായത് 230 ml കപ്പിന്റെ അളവാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. 230 ml കപ്പിന്റെ 2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാനിത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ വലിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതും ഇതിലേക്ക് ചേർക്കുവാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം വേണ്ട. എന്നിട്ട് നന്നായിട്ട് ഇത് അടിച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്ന് വീണ്ടും സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ തേങ്ങ അടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഏകദേശം ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. അതപ്പോൾ ഇത്രയും കിട്ടി നമുക്ക് തൻപാല്. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മൾ ഇച്ചിരി നമ്മുടെ ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തേങ്ങ ഒന്നുകൂടി ഇട്ട് ഇച്ചിരി വെള്ളം ചേർത്ത് ഒന്നും കൂടി അടിച്ചെടുക്കണം. ഇപ്പം ഞാനിവിടെ ഫ്രോസൺ തേങ്ങയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അത് കാരണം എനിക്ക് ഒത്തിരി തേങ്ങാപ്പാൽ ഇതിനകത്തുനിന്ന് കിട്ടത്തില്ല. അപ്പം നിങ്ങൾ ഫ്രഷ് തേങ്ങയൊക്കെ ചേർക്കണമെന്ന് വെച്ചാൽ 1-2 പ്രാവശ്യം വെള്ളം ഊറ്റിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരിയും കൂടി വെള്ളം ഒഴിച്ചിട്ട്
ഞാൻ ഒന്നുകൂടി അടിച്ചെടുക്കാൻ പോവാണേ. അപ്പോൾ ഞാൻ ഒന്നും കൂടിയും അടിച്ചെടുക്കാൻ പോവാണ്. ഇനി നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കുവാണ്. കുറേശ്ശെ എടുത്ത് ഒന്നുകൂടി വെള്ളം നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കുക, അരിച്ചെടുക്കണം. അപ്പോൾ എനിക്ക് ഇത്രയും തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മുടെ 1/2 കപ്പ് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. കുടപ്പുളിയുടെ വെള്ളം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വളരെ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് പിന്നെ കാണാം. ബൈ.